പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇൻട്രോ വളരെ മോശമാണ്. ഇടയ്ക്കൊരു ഹലോ യൂട്യൂബ് എന്ന് പറഞ്ഞ് വരും, പക്ഷേ ഒരു രസമില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് Insta360 X2 1X2. സംഭവം പൊളിച്ചൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, കുറച്ചുകൂടി പൊളിക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റും കണ്ടൻറ്റൊക്കെയും ഇവനായിരിക്കും. ഗോപ്ര കളയുന്നില്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇനി 3-4 ബാറ്ററി കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ X3 എടുക്കാതെ X2 എന്താ എടുക്കണേന്ന് വെച്ചാൽ, നമുക്ക് വലിയ കുറച്ച് 360 വ്യൂ കിട്ടിയാൽ മതി. കുറേ ഹൈ ഡെഫിനിഷനൊന്നും വേണ്ട, നമുക്ക് യൂട്യൂബിലിടാനേ ഉള്ളൂ. അപ്പോൾ Insta360 X2 ആവാൻ അങ്ങോട്ട് വെച്ചു. അപ്പോൾ എവിടെ ഫിറ്റ് ചെയ്തേന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ആക്സസറീസും കൂടി എടുത്തിട്ടുണ്ട്. Insta360യുടെ സ്റ്റിക്ക്, പിന്നെ ഒരു ബാറ്ററി ആവശ്യം വരും. കാരണം ബാറ്ററി ബാക്കപ്പ് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു എക്സ്ട്രാ വെക്കണമെന്നല്ല, 2 വേണം. ഫണ്ട് ഉണ്ടായില്ല, സെറ്റാക്കാം. പിന്നെ മൈക്ക് അഡാപ്റ്റർ. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ Insta360 ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ നോക്കണം. അതിനൊക്കെയുള്ള ഒരു അപ്ഗ്രേഡേഷൻ പരിപാടിയാണ്. കുറച്ച് വലിയ വലിയ അപ്ഗ്രേഡേഷൻസ് വന്നിട്ടുണ്ട്, അത് പതിയെ കാശാകുമ്പോൾ വരും. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എടുത്തത് 34,000 രൂപയ്ക്കാണ് സാധനം എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ പിന്നെ ആക്സസറീസും എല്ലാം കൂടി കൂട്ടിപ്പോൾ ഒരു 44,000 രൂപയായിപ്പോൾ ഇതുവരെയായിട്ട് എടുത്തത് വെച്ചിട്ട്. അതെന്തായാലും പിന്നെയും കുറച്ചുകൂടി വരുമ്പോഴേക്കും, കുറച്ചുകൂടി ആക്സസറീസ് വാങ്ങുമ്പോഴേക്കും ഒരു 50-55 രൂപയ്ക്ക് ആവും, 55,000 രൂപയുടെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും ഉടനെ ഉണ്ടാവില്ല, പക്ഷെ കമ്മിങ് സൂൺ. ഇനിയിപ്പോൾ അത് ഈ സംഭവത്തിൻ്റെ ഇതൊക്കെ ഒന്ന് പൊളിച്ച് കളയട്ടെ. ഇനി വിഷ്വൽസിനൊക്കെ ഇനി ഒരു ക്ലാരിറ്റി വരും. ഇന്നലെ വാങ്ങിച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് പൊളിക്കണേ. എൻ്റെ ഇപ്പോൾ സ്ക്രീൻ കാണിച്ചു തരാം. 3K ആണല്ലേ സെറ്റ് ചെയ്ത് വെച്ചേ. നമുക്ക് 5K മാക്സിമം ഉണ്ട്. ഇത് കണ്ടോ, ക്യാമറ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട, ക്യാമറ എന്നുള്ള വിഷ്വൽസ് തന്നെ നമ്മൾ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഓക്കേ, എന്നെ കാണാമോ സ്ക്രീനിൽ? അതിനുള്ള ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം എനിക്ക് ഗോപ്ര പിടിക്കും. പിന്നെ വെയിലൊക്കെ അല്ലേ. Insta360ക്ക് മുമ്പ് 4 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തത് ഗോപ്രോ ആയിരുന്നു, ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക്. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് റെക്കോർഡ് ചെയ്തേക്കുന്നത് ഗോപ്രോ എന്നാണ്, ഗോപ്രോ ഹെൽമെറ്റ് കണക്ട് ചെയ്തിട്ട്. Insta360ക്കും ഗോപ്രോനൊക്കെ മുമ്പ് ഞാൻ നോയ്സ് പ്ലേ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയും കഴിഞ്ഞിങ്ങനെ പതുക്കെ അപ്ഗ്രേഡ് ആയിട്ടാണ് ഗോപ്രോയിൽ വന്നത്. പിന്നെ ഗോപ്രോയുടെ ഇപ്പോൾ ബാറ്ററി ബാക്കപ്പൊക്കെ ഇങ്ങനെ ഇത്തിരി മോശമായി വന്നതുകൊണ്ട് തന്നെ ഞാൻ നേരെ Insta360ക്ക് മാറി. എന്താടാ Insta360 എടുത്തെങ്കിലും എനിക്ക് എൻ്റെ പണ്ടത്തെ ഗോപ്രോ കളയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേറെ രീതിയിലേക്ക് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചു. വണ്ടിയും വയ്ക്കുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതേ ഇങ്ങനെ വണ്ടിയുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ നോക്കി. ഈ ഒരു ഐറ്റം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞിട്ടും എനിക്കൊരു വിചാരിച്ച എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടിയില്ല. കാരണം ഇപ്പോൾ ഇതാണ് ഗോപ്രോ വണ്ടിയുമ്പോൾ വെച്ച് കഴിഞ്ഞ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ വിഷ്വൽസ്. ആ ക്യാമറ കുലുങ്ങുന്നതനുസരിച്ച് മൊത്തം വണ്ടി കുലുങ്ങുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗോപ്രോ വണ്ടിയുമ്പോൾ ഫിറ്റ് ചെയ്യണതിനെ കൊണ്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊരു ബാക്കപ്പ് ക്യാമറ ആക്കി. അതുകൊണ്ട് തന്നെ Insta360 കുറച്ചും കൂടി നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് വണ്ടിയുമ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കി. ഷെയ്ക്ക് ഉണ്ടല്ലോ, തെറിച്ചു പോ. അപ്പോൾ Insta360യുടെ ആദ്യത്തെ ടെസ്റ്റ് നമുക്കൊരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരുന്നില്ല, വിചാരിച്ചൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ മൊത്തം വൈബ്രേഷനും Insta360 കിട്ടുന്നുണ്ട്. ഇതിന് വലിയ പറയില്ലെങ്കിലും Insta360യിൽ നന്നായിട്ട് വന്നുണ്ട്. ഐഡിയ ഉണ്ട്, ഹാൻഡിൽ ഇവിടെ ഫിറ്റ് ചെയ്യും. പക്ഷേ ആ സാധനം ഫിറ്റ് ചെയ്യാനുള്ളതിന് എൻ്റെ 4,000 രൂപ വരും. നോക്കാം. അപ്പോൾ Insta360 ഇവിടെ അല്ലാതെ ഞാൻ ഹാൻഡിലിൽ അവിടെ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
ഇതാണ് സാധനം. ഇത് ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ Insta360 കുറച്ചുകൂടി ഷെയ്ക്കില്ലാതെ ഇത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടിരിക്കും. ഉണ്ടല്ലോ, അത്യാവശ്യം വലുപ്പമായി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട്, ഓൾമോസ്റ്റ് മാക്സിമം സെൻറ്ററായിട്ട് വയ്ക്കുക. ടൈറ്റ് ചെയ്യുക. Insta360യുടെ സ്റ്റിക്കിൻ്റെ ബാക്കിലൊരു ഹോളുണ്ട്, അവിടേക്ക് ഈ കണക്ടർ സംഭവം അങ്ങ് ഫിറ്റ് ചെയ്യും. പക്ക അതങ്ങനെ സെറ്റായി. ഇങ്ങനെ നമ്മുടെ ഐറ്റം അതിൻ്റെ ബാക്കിൽ എന്താ ഹോളുണ്ട്, നേരെ സെറ്റ് ചെയ്യണം. ഇതാ അങ്ങനെ Insta360 സെറ്റ് ചെയ്തു. ഇവിടെ ഹോൾഡ് ചെയ്തു. ഏകദേശം ഈ വ്യൂവിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഹോൾഡർ വെച്ചിട്ട് Insta360 ടെസ്റ്റ് ചെയ്തു. സ്റ്റിക്ക് നീട്ടം കൂടിക്കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ക്യാമറ നന്നായിട്ട് ഷേക്കാവും. മാക്സിമം നീട്ടം കുറയ്ക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഷേക്ക് വളരെ കുറവാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ വീഡിയോ കിട്ടും. ക്യാമറ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ഹാൻഡിൽ ബാറിൽ ഞാൻ ചെറിയൊരു അപ്ഗ്രഡേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത വിഷ്വലൊന്ന് കാണാം. Insta360യുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നൊക്കെയാണ് ഞാനിപ്പോൾ ഈ വിഷ്വൽ കാട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ബാറുമോ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി വരയ്ക്കണത് കണ്ടോ, അത് ആ ക്യാമറ കുലുങ്ങുന്നതിൻ്റെയാണ്. Insta360 നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ക്യാമറയാണ്, പക്ഷേ ഫിറ്റ് ചെയ്തത് ഹാൻഡിൽമേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ഫുട്ടേജിലൊരു പെർഫെക്ഷൻ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ഇത് ഹാൻഡിൽ ബാറുമേ ഫിറ്റ് ചെയ്യണത് എപ്പോഴും പ്രാക്ടിക്കലല്ല. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും ഈ വണ്ടിയോ ഫിറ്റ് ചെയ്യാനൊക്കെയും വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. പിന്നെ അത്യാവശ്യം നല്ല കുലുക്കോ ഓഫ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ വിഷ്വൽസ് വളരെ ദുരന്തമാവും. പിന്നെ Insta360 വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് ആംഗിളിൽ നിന്നും നമുക്ക് വിഷ്വൽ എടുക്കാം. ഞാനിപ്പോൾ ഹെൽമെറ്റുമ്പോൾ ഫിറ്റ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ. അതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹെൽമെറ്റുമ്പോൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ കുലുക്കമൊക്കെ ഒഴിവായി ബെറ്റർ സ്റ്റെബിലൈസേഷൻ കിട്ടും. Insta360 ഹെൽമെറ്റ് വയ്ക്കാണ്ട് ഞാൻ വേറൊരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു മൗണ്ടാണ് വയ്ക്കണേ. നേരെ ഹെൽമെറ്റിലേക്ക് Insta360 നേരെ ഹെൽമെറ്റിലേക്ക് കണക്ട് ചെയ്തു. ഇനി അതിൻ്റെ ഫുട്ടേജ് എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Insta360 ഞാൻ ഹെൽമെറ്റും ഫിറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡിങ് സിറ്റുവേഷനിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോയേക്കണത്. പിന്നെ Insta360 റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ പണ്ടത്തെ ഗോപ്രോവിനേക്കാളും കൂടുതൽ എഡിറ്റിംഗ് ആവശ്യമുണ്ട്. നമുക്ക് ഏത് ആംഗിൾ വേണം, എങ്ങനെ വേണം ഫുട്ടേജ് എന്നൊക്കെ എഡിറ്റ് ചെയ്യണം. ഈ എഡിറ്റിംഗ് നമുക്ക് PC-യിലും ചെയ്യാം, ഫോണിലും ചെയ്യാം. പക്ഷേ PC ചെയ്യുമ്പോഴാണ് ഒരു ബെറ്റർ പെർഫെക്ഷൻ കിട്ടണേ. പിന്നെ എൻ്റെ പണ്ടത്തെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ എഡിറ്റിങ്ങും കൂടി നമുക്ക് Insta360 ചെയ്യണം. ഏത് ആംഗിൾ വേണം, എങ്ങനെ വേണം എഡിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്ട്രാ പണിയുണ്ട്. ഇപ്പോൾ Insta360 ഗോപ്രോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഹെൽമെറ്റിൽ ഇപ്പോൾ ഈ വെച്ചേക്കണ മൗണ്ടിൽ നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് റെക്കോർഡ് ചെയ്യാവുന്നേ. അപ്പോൾ ഇതാണ് എൻ്റെ ആക്ഷൻ ക്യാമറയുടെ അപ്ഗ്രഡേഷൻ വീഡിയോ. നോയ്സ് പ്ലേയിൽ നിന്ന് ഗോപ്രോ നിന്ന് Insta360, അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറയൊക്കെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയും കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഷേക്ക് ഹാൻഡ് ഡൗൺ ബാക്ക്. ഗുഡ് ബോയ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.